എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 2 വാരാഹി പ്രയറിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടനവധി കാര്യങ്ങളാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹത്തോടെ കിട്ടുന്നത്. കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആക്ച്വലി ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പുറത്തേക്ക് പോകുന്നതിൻ്റെ ആ ഒരു തിരക്കിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം സ്റ്റിൽ ഈ ഒരു മന്ത് ഞാൻ കുറച്ച് ടൈറ്റാണ്. പക്ഷേ ഞാൻ ദേവിയുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ദേവിയോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും എന്തൊക്കെ തിരക്ക് വന്നാലും ഞാൻ അത് പ്രാർത്ഥനയിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൃത്യത വരുത്തുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ കരുതി ലൈക്ക് ഒരു 3 days ഒരു പ്രെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ നമ്മുടെ ഡേ 1 കഴിഞ്ഞു. ഇന്ന് ഡേ 2യുടെ പ്രെയറാണ്. അപ്പം ഇന്നത്തെ മന്ത്രം വളരെ അത്ഭുതകരമായ മന്ത്രമാണ്. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഉപയോഗപ്പെടുന്ന മന്ത്രമാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് അത് സെലക്ഷനോ അങ്ങനെ അത് വിജയിക്കുന്നില്ല. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ലഭിക്കുവാൻ, സാമ്പത്തികം വന്ന് ചേരുവാൻ, കഷ്ടതകൾ മാറുവാൻ, രോഗശമനത്തിനൊക്കെ ഏറ്റവും അത്ഭുതകരമായ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന ദേവിയുടെ അനുഗ്രഹം വേഗം കിട്ടുന്ന ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോ നെയ്ബേഴ്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും അവരോട് പറയാം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓണാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് ഓണാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കഷ്ടതകൾ വന്നു ചേർന്നാലും അവരെ അമ്മ ചേർത്ത് പിടിക്കും. വാരാഹി അമ്മ കണ്ണടച്ച് തുറക്കും മുന്നേ കാര്യങ്ങൾ സാധിച്ചു തരുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ള ദേവിയാണ്. മന്ത്രവും അതുപോലെ പവർഫുള്ളാണ് കേട്ടോ. അപ്പോൾ വാരാഹി അമ്മ എന്ന് പറയുന്ന വരാഹരൂപമുള്ള ദേവിയാണ്. വളരെ ശക്തി ആർജിച്ച ദേവി വിചാരിക്കുന്ന ഏതൊരു കാര്യവും സാധിച്ചു തരും. അതുപോലെ നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. നമ്മൾ ദേവിയുടെ ഭക്തിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു രീതിയിലുള്ള ചതി ഇടപാടുകളിലോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും മോശമായി പറയുകയോ അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തിക്കുകയോ ഒക്കെ നമുക്ക് നേരെ മോശമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെ നിന്നൊക്കെ അകറ്റി നിർത്തും. വളരെ കെയർഫുള്ളായിരിക്കും ദേവി നമ്മുടെ കാര്യത്തിൽ. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥന കൈവിടരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷേ നമ്മളെപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പക്ഷേ പ്രാർത്ഥന മസ്റ്റായിട്ടും കൈവെടിയരുത്. രാത്രി കാലങ്ങളിലാണ് കൂടുതലും ഈ വാരാഹി പ്രാർത്ഥന ചൊല്ലാറുള്ളത്. രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടമുണ്ട് കേട്ടോ. അതായത് ദേവിയുടെ അനുഗ്രഹം വേഗം ലഭിക്കും. അതുപോലെ ദേവി ഒരുപാട് ആക്റ്റീവായിരിക്കുന്ന രാത്രിയാണ്. അപ്പോൾ ആ ഒരു ടൈമാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈം പ്രാർത്ഥിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഒരുപാടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഒരു കാര്യവും നടക്കുന്നില്ല. നിങ്ങളൊരു കാര്യം നടക്കാൻ വേണ്ടി എന്തായാലും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ ഒരു കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രയിൽ നമ്മൾ ഒരുപാട് വേദനകളും ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ സഹിച്ചായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കേണ്ടത് ദേവിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ് നമുക്ക് വേണ്ടത്. ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, തൽക്കാലത്തേക്ക് നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കണ്ട. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊരു അർത്ഥമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും പ്രാർത്ഥന ഒരു ശീലമാക്കുക. നിങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എത്ര തിരക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അറ്റ്ലീസ്റ്റ് ഞാനൊരു മന്ത്രം ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും. അങ്ങനെ ധ്യാനിക്കുന്നത് പോലും അത് നമ്മളെ ആ ഒരു വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നതാണ്. ദേവിയോടുള്ള ഒരു വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നതിന് തുല്യമാണ്. എന്തോ ഒരു ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥന കൈവെടിയരുത്. അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥന ഏതാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ 21 തവണ ജപിക്കുക. അതല്ലെങ്കിൽ 101 തവണ എഴുതുകയും ആവാം. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതായത് അവർ നല്ല സ്വഭാവത്തിൽ വളരുവാനും പഠിക്കുവാനും ബുദ്ധിശക്തി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ. അപ്പോൾ 101 തവണ എഴുതി മാലയാക്കി അമ്പലം അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ പഞ്ചമി ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന്
ഹാരം വെക്കാം. ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ മാലയാക്കി നാമജപ മാലയാക്കി കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അടുത്ത സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 21 തവണ ജപിക്കാം, അല്ലെങ്കിൽ 101 തവണ ജപിക്കാം. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കാം കേട്ടോ. ഓം സ്വപ്നവരാഹേ നമഃ. 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 ഓം
स्वप्नवराहे नमः। ॐ 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 स्वप्नवराहे नमः।
ॐ स्वप्नवराहे नमः 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 ॐ स्वप्नवराहे नमः